ആസിഫ്, ചേലക്കരയിൽ ഒരു സർക്കാർ വിരുദ്ധത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം 2016 തന്റെ ഭൂരിപക്ഷത്തെ കുറച്ചുകൂടി മികച്ചതാക്കുകയായിരുന്നു UR പ്രദീപ്. UDF ക്യാമ്പിൽ, അതായത് 4 വട്ടം 5 വട്ടമൊക്കെ വീട് കയറിയുള്ള പ്രചരണം നടത്തിയെന്ന് UDF ക്യാമ്പിൽ നിന്ന് തന്നെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഈ ഇടയ്ക്ക് നമ്മുടെ പൊളിറ്റിക്കൽ മാസ് ചേലക്കരയിൽ വന്ന സമയത്ത് അവിടെ വന്ന UDFിന്റെ പ്രതിനിധി പോലും പറഞ്ഞു, ഞങ്ങൾ 4 റൗണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു, ഇനി 5ാം റൗണ്ടിലേക്ക് പോവുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. എന്താവും UDF ക്യാമ്പിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഒപ്പം തന്നെ BJP വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തല്ലോ. തീർച്ചയായും വലിയ രീതിയിലുള്ള വോട്ട് വർധനവ് ഇതുമായി ബന്ധപ്പെട്ട് BJP ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം UDF ക്യാമ്പ് അവർ പറയുന്ന പോലെ പ്രചാരണമൊക്കെ നടത്തിയെങ്കിലും ജനങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. കാരണം ആ ഒരു പ്രചാരണ ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചത് ചേലക്കര ഇതുവരെ കാണാത്ത തരത്തിലൊരു പ്രചാരണം UDFിന്റെ ക്യാമ്പിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ ഒരു മത്സരം ഉണ്ടാകുമെന്നാണ്. പക്ഷേ വോട്ടെണ്ണൽ ആരംഭിച്ച് സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധതയുണ്ടെന്ന് പറയാൻ ഇനി പ്രതിപക്ഷത്തിന് കഴിയില്ല, അല്ലേ? തീർച്ചയായും. കാരണം UDFിന്റെ ഏറ്റവും വലിയ അവകാശവാദം, അല്ലെങ്കിൽ അവർ തന്നെ പറഞ്ഞിരുന്നത്, അവർ തുറന്നു പറയുകയാണ്, അവരുടെ പാർട്ടി മീറ്റിങ്ങുകളടക്കം പറഞ്ഞിരുന്നു, ചേലക്കര ലഭിച്ചാൽ മാത്രമേ നമ്മൾക്ക് രാഷ്ട്രീയ വിജയം ഉണ്ടാകുകയുള്ളൂ എന്ന് KC വേണുഗോപാൽ, VD സതീശൻ അടക്കമുള്ള മീറ്റിങ്ങിൽ പറഞ്ഞു. ആ വാർത്തയടക്കം നമ്മളാണ് ആദ്യം പുറത്തേക്ക് വിടുന്നത്. പിന്നീട് ആ നേതാക്കന്മാർ അത് ആവർത്തിക്കുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർ രാഷ്ട്രീയ വിജയം ഉണ്ടാകണമെങ്കിൽ ചേലക്കര പിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രീയ വിജയം അവർക്ക് ഉണ്ടായിട്ടില്ല. ഒരു വലിയ രാഷ്ട്രീയ പരാജയം UDFിന് സംഭവിച്ചു എന്ന് തന്നെ നമ്മൾ കരുതണം. കാരണം അവർ പ്രതീക്ഷിച്ച സ്ഥലങ്ങളിലൊന്നും അവർക്ക് ലീഡ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വാഭാവികമായും വരവൂറും ദേശമംഗലവും അതുപോലെ തന്നെ വള്ളത്തോൾ നഗറിലും LDF ലീഡ് ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് അവർ ഉദ്ദേശിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പോയിരുന്നു. ആദ്യത്തെ 4 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ 7509 എന്നുള്ള മികച്ച ഭൂരിപക്ഷത്തിലേക്ക് LDF എത്തി. അവരുടെ ശക്തികേന്ദ്രങ്ങളായ 3 പഞ്ചായത്തുകളിലായിരുന്നു ആ സമയത്ത് വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. എങ്കിലും UDFിന് ഒരു പ്രതീക്ഷ, ഇനി പിന്നീട് എണ്ണാനുള്ള പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ തങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. കാരണം ഈ 7500 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ച 4 റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ പോലും UDFിന്റെ ക്യാമ്പിൽ നിന്ന് നേതാക്കൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പ്രശ്നമില്ല, 1000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള ഒരു പ്രത്യാശ അവർ വെച്ചു. പക്ഷേ അവർ പ്രതീക്ഷിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ അമ്പയെ പരാജയപ്പെട്ട് താഴേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ലീഡ് നില നോക്കുകയാണെങ്കിൽ കാണാം. ആകപ്പാടെ മുള്ളൂർക്കര പഞ്ചായത്തിൽ മാത്രമാണ് UDFിന് ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അത് 500 ചില്ലുവാനം വോട്ടുകൾ മാത്രമാണ്. മുള്ളൂർക്കരയിൽ വോട്ട് 536 വോട്ടുകൾ മാത്രമാണ് മുള്ളൂർക്കരയിൽ UDFിന് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത്. ബാക്കി എല്ലായിടത്തും LDF വ്യക്തമായ ലീഡ് നേടി. കൊണ്ടാഴിയിലായിക്കോട്ടെ, തിരുവില്ലാമലയിലായിക്കോട്ടെ, ചേലക്കരയിലായിക്കോട്ടെ. ചേലക്കര UDF വലിയ ലീഡ് പ്രതീക്ഷിച്ചൊരു പഞ്ചായത്തായിരുന്നു. പക്ഷേ ചേലക്കരയിൽ 936 വോട്ടുകൾക്കാണ് LDF ലീഡ് ചെയ്തത്. അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി, കാരണം UDF തകർന്നടിയുമെന്നുള്ളത് വ്യക്തമായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിലും UDFിന് കയറി വരാൻ കഴിഞ്ഞില്ല. അവർ പ്രതീക്ഷിച്ചതുപോലെ എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് മുള്ളൂർക്കരയാണ്. പക്ഷേ അവർ പ്രതീക്ഷിച്ച് തിരുവില്ലാമലയിൽ വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. തിരുവില്ലാമലയിൽ 3ാം സ്ഥാനത്തേക്ക് UDF എത്തി. അവിടെ NDA രണ്ടാമതെത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായി. അങ്ങനെ എല്ലാ തരത്തിലും UDF വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങിയ ഒരു തെരഞ്ഞെടുപ്പായി തന്നെ നമ്മൾ ചേലക്കരയെ കാണണം. കാരണം അവർ അത്രത്തോളം അവകാശവാദങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. അതുപോലെ പ്രചാരണം നടത്തിയിരുന്നു. വീട് കയറി അടക്കം വലിയ രീതിയിൽ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അങ്ങനെ ക്യാമ്പയിൻ നടത്തിയിട്ട് ആ ക്യാമ്പയിൻ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. അതിന്റെ അങ്ങേയറ്റം പറഞ്ഞു തന്നെയായിരുന്നു UDF ക്യാമ്പിന്റെ പ്രചരണം മുന്നോട്ട് പോയത്. അതേസമയം BJP ആണെങ്കിൽ ഈ നടക്കാതെ പോയ ചേലക്കര പൂരം അത് കഴിയുന്നത്ര കത്തിക്കാൻ ശ്രമിച്ചു. ഈ സുരേഷ് ഗോപി അവിടെ വന്ന് വർഗീയ പരാമർശങ്ങൾ നടത്തി ഒരു കേന്ദ്രമന്ത്രിയുടെ സ്ഥാനത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ അടക്കം നടത്തിയ ഒരു തിരഞ്ഞെടുപ്പ് ഗോത കൂടിയാണ് ചേലക്കര എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ചേലക്കരയിലെ ഈ ഒരു വിജയം അവരെ സംബന്ധിച്ച് ഒരു ഇരട്ടി മധുരം തന്നെയാണ് ആസിഫ്.
തീർച്ചയായും അത് നമ്മൾക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. കാരണം LDFന്റെ ക്യാമ്പ് കണക്ക് കൂട്ടിയതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. പക്ഷേ അവർ പോലും ഒരു ഘട്ടത്തിൽ ഈ 3 പഞ്ചായത്തുകളിൽ ലീഡ് ഉയർത്തുമ്പോൾ മറ്റുള്ളിടത്ത് UDF ഏതെങ്കിലും തരത്തിൽ ചലനമുണ്ടാക്കുമോ എന്നുള്ളൊരു ഭയമൊക്കെ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അപ്രസക്തമാക്കി മിന്നുന്ന വിജയമുണ്ടാകുന്നു. അതോടൊപ്പം BJPയുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഈ നമ്മളൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് വിലയിരുത്തുമ്പോഴും ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്ക് വരുമെന്ന് നമ്മൾ കരുതിയപ്പോഴും BJP വോട്ട് ഉയർത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആ ഒരു കണക്കുകൂട്ടലാണ് നമ്മൾ അത്തരത്തിലൊരു കണക്കുകൂട്ടൽ നടത്തിയത്. പക്ഷേ BJP വോട്ട് കൃത്യമായി ഉയർത്തിയതോടുകൂടി UDFന്റെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിയുകയായിരുന്നു. നമ്മൾ ആ ഒരു കണക്ക് നോക്കിയാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 24,045 വോട്ടുകളാണ് BJPക്ക് നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഇത്തവണ വരുമ്പോഴേക്കും അത് 33,609 വോട്ടുകളിലേക്ക് BJP വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് 9,564 വോട്ടുകളാണ് BJP വർദ്ധിപ്പിച്ചത്. അത് നമ്മൾ ഒരു ചെറിയ സംഖ്യയായി കണക്കാക്കാൻ കഴിയില്ല. കാരണം BJP കൃത്യമായ പ്രചാരണം നടത്തി. തിരുവില്ലാമല അടക്കമുള്ള പഞ്ചായത്തുകളിൽ അവർ വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചു. ആ വലിയ മുന്നേറ്റം അവർ നേടിയെടുത്തു. കാരണം തിരുവില്ലാമല K. ബാലകൃഷ്ണന്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ BJP ഒരുപക്ഷെ അവർ 1-ാം സ്ഥാനത്ത് എത്തുന്നതൊക്കെ അവർ കണക്ക് കൂട്ടിയെങ്കിൽ പോലും പക്ഷേ 2-ാം സ്ഥാനത്ത് അവർ എത്താൻ അവർക്ക് കഴിഞ്ഞു. അതിന് 5,000-ത്തിലധികം വോട്ടുകൾ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നീട് തൃശ്ശൂർ പൂരം അവർക്ക് വലിയ രീതിയിൽ പ്രചാരണ ആയുധമാക്കാൻ കഴിഞ്ഞില്ല. കാരണം അതൊരു തിരിച്ചടിയിലേക്ക് പോകുന്ന ഘട്ടമെത്തിയിരുന്നു. പിന്നീട് അവർ നടത്തിയിരുന്ന മറ്റ് ചില പ്രചാരണങ്ങൾ, ഇവിടെ നടത്തിയിരുന്ന മറ്റൊരു പൂരവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, അവിടുത്തെ വെടിക്കെട്ടുമായിട്ടുള്ള പ്രശ്നം, അന്തിമഹാകാളങ്കാവിലെ വെടിക്കെട്ടുമായുള്ള പ്രശ്നം, അതൊക്കെ അവർ ഉയർത്തിക്കാട്ടിയിരുന്നു. പക്ഷേ അതൊക്കെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ചെറിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. പിന്നീട് അവരുടെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്ന ഒരു വോട്ട് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു പിന്തുണയുണ്ട്. അതും BJPക്ക് ഗുണം ചെയ്തു എന്ന് തന്നെ നമ്മൾ വേണം കരുതാൻ. എന്തായാലും BJP സംബന്ധിച്ചുള്ള 10,000-ത്തിനടുത്ത വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. LDFന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞു. UDFനും വോട്ടിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കണക്കുകൾ പരിശോധിച്ചാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 83,415 വോട്ടുകൾ K. രാധാകൃഷ്ണന് ലഭിക്കുന്നു. ഇത് അങ്ങനെ 39,400 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകുന്നു. പക്ഷേ ഇത്തവണ CPMന് 64,259 വോട്ടുകൾ 64,259 വോട്ടുകൾ ലഭിക്കുന്നു. അങ്ങനെ 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രദീപ് ജയിക്കുന്നു. അപ്പോൾ ഇവിടെ 2021-നേക്കാൾ 19,156 വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കുറവ് വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ ചർച്ചയാകാൻ ഏതെങ്കിലും തരത്തിൽ സാധ്യതയുണ്ടോ? വിജയം പാർട്ടിയെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ CPMനെ സംബന്ധിച്ച് ഇരട്ടി മധുരമാണ്. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ഈ പറഞ്ഞ 19,156-ന്റെ വോട്ട് വ്യത്യാസം ഏതെങ്കിലും തരത്തിൽ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ ചർച്ചയാകാൻ, പാർട്ടിയിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായും CPM അത് പരിശോധിക്കും. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ കാര്യങ്ങളിലും മൊത്തത്തിൽ പരിശോധിക്കുന്ന പാർട്ടിയാണ്. 1% വോട്ട് വർദ്ധിച്ചാലും കുറഞ്ഞാലും അവർ പരിശോധിക്കുന്നതാണ്. പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ കാണേണ്ടത് CPMന്റെ ബേസ് വോട്ട് ഇത്തവണയും കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അതിന് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാലും നമുക്ക് ഇപ്പോൾ പിടിച്ചതിന് സമാനമായ വോട്ടുകളാണ് LDF പിടിച്ചിട്ടുള്ളത്. അതാണ് LDFന്റെ ബേസ് വോട്ടായി നമുക്ക് കണക്കാക്കാൻ കഴിയുക. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ നേടിയ വോട്ടുകൾ, അത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം, അദ്ദേഹം ഈ ഭരണത്തുടർച്ചയുണ്ടായി അദ്ദേഹം മന്ത്രിയായി തിരിച്ചു വരാനുള്ള ഒരു സാധ്യത അടക്കം മുൻനിർത്തി ആളുകൾ കൂടുതലായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. അത് UDFന്റെ സ്ഥാനാർത്ഥി അടക്കം UDFന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥിയായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഉയർന്ന പോളിംഗ് ശതമാനം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടം മുഴുവൻ വന്നപ്പോഴാണ് അത്രത്തോളം വോട്ട് LDFന് വർദ്ധിച്ചത്. പക്ഷേ അതിന് മുമ്പുള്ള നിയമസഭയും ലോക്സഭയും കണക്കാക്കുമ്പോൾ LDFന്റെ ബേസ് വോട്ട് ഇത്തവണയും കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇത്തവണ BJP പിടിക്കും എന്ന് കരുതിയിരുന്ന, BJP അധികമായി പിടിച്ച വോട്ട് UDF പിടിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മളെല്ലാവരും വിലയിരുത്തിയിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു മാർജിനിലുള്ള പരാജയത്തിലേക്ക് UDF പോകുന്ന ഒരു ഘട്ടം എത്തിയത്. പക്ഷേ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ LDFനെ സംബന്ധിച്ചോളം അവർ കൃത്യമായി വിലയിരുത്തും. കഴിഞ്ഞ K. രാധാകൃഷ്ണൻ നേടിയ വോട്ടിലുണ്ടായ ഒരു ഇടിവ്, അതിൻ്റെ ഒരു സാഹചര്യം. പക്ഷേ അത് നമ്മൾ പരിഗണിക്കുമ്പോൾ 2016-ൽ UR പ്രദീപിന് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ തവണ
കെ രാധാകൃഷ്ണൻ നേടിയ വോട്ട് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് സ്വാഭാവികമായും കെ രാധാകൃഷ്ണന്റെ ഒരു വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിലുള്ള ഒരു വ്യക്തിപരമായ സ്വാധീനം കൂടി നമ്മൾ കണക്കാക്കേണ്ടി വരും. അത് പാർട്ടിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിനുള്ള ഒരു സ്വാധീനം കൂടി കണക്കാക്കേണ്ടി വരും. അതിന് യു ആർ പ്രദീപ് അത്ര മോശമാണെന്നോ അതിൽ താഴെയാണോ എന്ന് നമ്മൾ കരുതാൻ കഴിയില്ല. ഈ ഒരു ഇത്ര വലിയ രീതിയിലുള്ള ഒരു ഭരണ വിരുദ്ധ വികാരം അടക്കം ചർച്ചയായ അത്തരത്തിൽ പ്രചാരണ തെരഞ്ഞെടുപ്പായിട്ട് പോലും അദ്ദേഹത്തിന് ഇത്ര വലിയൊരു മാർജിനിൽ വിജയിച്ചു കയറാൻ കഴിഞ്ഞത് അത് LDFന്റെ നേട്ടമായി തന്നെ കരുതേണ്ടി വരികയും ചെയ്യും. അപ്പോഴും അവരെ സംബന്ധിച്ചോളം ആ ഒരു ഉണ്ടായ വോട്ടിന്റെ കുറവ് അവർ പരിശോധിക്കും. UDFന്റെ ക്യാമ്പിനെ സംബന്ധിച്ചോളം വോട്ട് വർധനം അവർ ആശ്വാസമായി കരുതുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ആശ്വസിക്കാൻ വകയുണ്ടെങ്കിൽ പോലും വലിയ പരാജയവും വലിയ തിരിച്ചടിയും UDFന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വാസ്തവമാണ്. അതിൽ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണം UDFന്റെ ക്യാമ്പിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് തീർച്ചയായും ആസിഫ്, ഈ വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ ഇവിടം കഴിഞ്ഞാൽ ഈ പഞ്ചായത്തുകൾ കഴിഞ്ഞാൽ ഈ 3 പഞ്ചായത്തുകൾ കഴിഞ്ഞാൽ പിന്നീട് എണ്ണുന്ന ഓരോ ഇടത്തും നമുക്ക് ലീഡ് ഉണ്ടാകുമെന്നാണ് തുടക്കം മുതൽ തന്നെ UDF ക്യാമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഈ വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും രമ്യ ഹരിദാസ് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് ചേലക്കരയിൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ സജീന്ദ്രനും നിയാസും ചേർന്ന് മണ്ഡലത്തിൽ കഴിഞ്ഞ 1.5 മാസം നടത്തിയ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ചോദ്യചിഹ്നമാകില്ലേ? തീർച്ചയായും UDFന്റെ ക്യാമ്പിനെ സംബന്ധിച്ചുള്ള അത് വലിയ ചോദ്യചിഹ്നമാകും. 11ാമത്തെ റൗണ്ടിൽ മാത്രമാണ് നേരിയ ഒരു ലീഡ് ഉയർത്താൻ അത് UDFന് ആയിട്ടുള്ളത്. അത് മുള്ളൂർക്കര പഞ്ചായത്ത് അവരുടെ ഒപ്പം നിന്നതുകൊണ്ട് മാത്രമാണ്. സാധാരണഗതിയിൽ മുള്ളൂർക്കര അവരുടെ ഒപ്പം നിൽക്കാത്തൊരു പഞ്ചായത്താണ്. കാരണം നിയമസഭ വരുമ്പോൾ LDFനെയും ലോക്സഭ വരുമ്പോൾ UDFനെയും പിന്തുണയ്ക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു മുള്ളൂർക്കര. പക്ഷേ ആ മുള്ളൂർക്കര ഇത്തവണ പതിവിന് വിപരീതമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിൽക്കുകയാണ്. പക്ഷേ അവർ നേട്ടമുണ്ടാകുമെന്ന് കരുതിയിരുന്ന മറ്റു കുറേ പഞ്ചായത്തുണ്ട്. പ്രധാനമായി ചേലക്കരയിൽ അവർ വലിയ ലീഡ് പ്രതീക്ഷിച്ചിരുന്നു. കെ രാധാകൃഷ്ണന്റെ പഞ്ചായത്താണെങ്കിൽ പോലും ചേലക്കരയിൽ സ്വാഭാവികമായും UDFന് ഒരു അനുകൂലമായുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ വരാറുണ്ട്. പക്ഷേ ഇത്തവണ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തവണ വോട്ടിംഗ് നടന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. വളരെ പ്രായമായ ആളുകളടക്കം കൂട്ടത്തോടെ വന്ന വോട്ട് ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതായത് LDFന്റെ ഒരു പരമ്പരാഗത വോട്ടുകളിൽ ഒരു തരത്തിലും വിള്ളലുണ്ടാകാതെ അവർക്കത് കൃത്യമായി ബൂത്തിലേക്ക് എത്തിക്കാൻ ഇത്തവണ കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. അതിന് ചേലക്കര ആയിക്കോട്ടെ എല്ലാ പഞ്ചായത്തുകളിലും അതിന് LDFന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചേലക്കരയിൽ UDF ഉണ്ടാകുമെന്ന് കരുതിയ ഒരു പ്രതീക്ഷ തകിടം മറിഞ്ഞത്. കൊണ്ടാഴിയിൽ തകിടം മറിഞ്ഞത്, പഴയന്നൂരിൽ തകിടം മറിഞ്ഞത്, തിരുവില്ലാമലയിൽ തകിടം മറിഞ്ഞത്. തിരുവില്ലാമലയിൽ BJP കൂടി ആ പ്രഹരത്തിന് ഒരു ഇരട്ടി പ്രഹരം UDFന് സമ്മാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. ഒരുപക്ഷേ ഈ ബാലകൃഷ്ണൻ ആയിരുന്നില്ല BJP സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷേ UDFന് കുറച്ചുകൂടി നില മെച്ചപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്രത്തോളം വോട്ട് വർധനവ് അത് കഴിഞ്ഞത് കെ ബാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് BJP കഴിഞ്ഞതെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ രമ്യ ഹരിദാസിന് ഉണ്ടായിരുന്ന പലതരത്തിലുള്ള നെഗറ്റീവ് ഫാക്ടറും വലിയ രീതിയിൽ വർക്ക് ചെയ്തു എന്ന് നമ്മൾ കരുതേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റും നോക്കിയാൽ ആ തരത്തിലുള്ളൊരു പ്രചാരണം ഇപ്പോൾ തന്നെ സജീവമായി രമ്യ ഹരിദാസിന് എതിരെയുണ്ട്. രമ്യ ഹരിദാസ് കുറച്ചു കാലം മുമ്പ് ഈ മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദമടക്കം രമ്യ ഹരിദാസിന് ഒരു പക്ഷേ ഇപ്പോൾ തിരിച്ചടിയായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അത്തരത്തിലുള്ള പ്രചാരണം ഇപ്പോൾ സജീവമായി സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്നുണ്ട്. പക്ഷേ UDFന് അവർ നടത്തിയ പ്രചാരണങ്ങളിലൊന്നും വോട്ടായി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അവർ കാടിളക്കിയുള്ള പ്രചാരണം നടത്തി, പക്ഷേ അത് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയില്ല. എത്തിയ ആളുകൾ LDFന് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ തന്നെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു LDFനെ സംബന്ധിച്ചോളം ഇളകാത്ത ഒരു കോട്ടയായി ചേലക്കര മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി ഒന്ന് പറഞ്ഞു പോകാം. 3920 വോട്ടുകൾ നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ 1000 വോട്ടിന് മുകളിൽ നോട്ടയും പിടിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഈ PV അൻവർ ഏതാണ്ട് അണഞ്ഞോ? PV അൻവർ ഒരു അണഞ്ഞ പന്തമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം PV അൻവർ ഇപ്പോൾ 3900 വോട്ട് പിടിക്കുമ്പോൾ പോലും അത് PV അൻവറിന് ഒരു തരത്തിലുമുള്ള അവകാശവാദം ഉന്നയിക്കാനുള്ള യോഗ്യതയില്ല എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. കാരണം കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമായി 1200ഓളം വോട്ട് കൃത്യമായി പിടിച്ച SDPയുടെ പിന്തുണ PV അൻവർ ഉണ്ടായിരുന്നു. അപ്പോൾ PV അൻവർ പിടിച്ച ഈ 3986 വോട്ട് എന്ന് പറയുന്നതിൽ 1200 വോട്ടെങ്കിലും കുറച്ച് മാത്രമേ അത് PV അൻവറിന്റെ വോട്ടായി നമുക്ക് കരുതാൻ കഴിയുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ ഏകദേശം ഒരു 2800 വോട്ട് മാത്രമാണ് PV അൻവറിന്റെ വോട്ടായിട്ട് ഈ ഒരു മണ്ഡലത്തിൽ PV അൻവറിന് പിടിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മൾ എടുത്തു കാണണം. അതോടൊപ്പം തന്നെ PV അൻവർ ഈ വീട് നൽകാമെന്ന് പറഞ്ഞ അടക്കം ക്യാമ്പയിൻ നടത്തി കോളനികളിൽ വീടിന്റെ നിർമ്മാണം അടക്കം ആരംഭിച്ചാണ് PV അൻവർ വോട്ട് തേടിയത്. അതുകൊണ്ട് ആ തരത്തിൽ PV അൻവറിന് കുറച്ച് വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി PV അൻവറിന് യാതൊരു തരത്തിലുമുള്ള സ്വാധീനം ഉണ്ടാക്കാൻ ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല. PV അൻവർ ഒരു നനഞ്ഞ പടക്കമായി മാറിയിട്ടുണ്ട്
എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയാം. UDF-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അടർത്തിയെടുത്ത്, കോൺഗ്രസിന്റെ AICC അംഗമായിരുന്ന നേതാവിനെ അടർത്തിയെടുത്ത മത്സരിപ്പിച്ച PV അൻവറിന് ഒരു തരത്തിലും ചലനമുണ്ടാക്കാൻ കഴിയാതെ വലിയ തിരിച്ചടി നേരിട്ടു. PV അൻവർ അവകാശപ്പെടുന്നത് പോലെ ഇപ്പോൾ 4000-ഓളം വോട്ട് ഞാൻ പിടിച്ചു, അത് വലിയ നേട്ടമാണ്, വെറും 13 ദിവസമുള്ള പാർട്ടിക്കാണ് ഇത്രയും വോട്ട് ലഭിച്ചത് തുടങ്ങിയ അവകാശവാദങ്ങൾക്ക് യാതൊരു കഴമ്പും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം SDPയുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് അത്രയും വോട്ട് PV അൻവർ നേടിയത് എന്നുള്ളതൊരു വാസ്തവമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് PV അൻവറിന്റെ അവകാശവാദങ്ങൾക്ക് ഇനി അത്തരത്തിലുള്ള വില മാത്രമേ കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ. പാലക്കാട് ആളെ ഇറക്കി PV അൻവർ നടത്തിയ പ്രകടനം, അത് ആ കൂട്ടത്തിൽ വന്ന ആളുകൾ അത് പൈസ കൊടുത്തു തന്നെ വരുത്തിയതാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നത് പോലെയുള്ള വാർത്തകൾ തെറ്റാണ് എന്ന് തെളിയുമെന്നായിരുന്നു PV അൻവറിന്റെ അവകാശവാദം. അത് നമ്മളോട് ഹർഷൻ ചേട്ടൻ അടക്കമുള്ളവരോട് സംസാരിച്ചപ്പോൾ എല്ലാം PV അൻവർ ആ അവകാശവാദം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ അത് വെറും അവകാശവാദം മാത്രമാണ്. PV അൻവറിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കൂട്ടം, പാലക്കാട് അടക്കം ഉണ്ടായിരുന്ന ആൾക്കൂട്ടം, അത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെയായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ്. ആസിഫ്, 96 മുതൽ ഇടത് സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിച്ച ചരിത്രമുള്ള ചേലക്കര ഇക്കുറിയും ചുവന്ന് തുടുത്തിരിക്കുന്നു UR പ്രദീപിലൂടെ. മധ്യ കേരളത്തിലെ ചുവന്ന പൊട്ട് എന്ന ചേലക്കര മാറ്റിയിരുന്നെങ്കിൽ മാത്രമേ സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന ഒരു പ്രചരണം നടത്താൻ പ്രതിപക്ഷത്തിന് സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ചുവന്ന തുടുത്ത് മണ്ഡലം ചുവന്ന കോട്ടയെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് UR പ്രദീപിലൂടെ. ഇടതുപക്ഷം ചേലക്കരയിൽ നിന്നുള്ള സമഗ്രമായ റിപ്പോർട്ടുകൾ ആണ് ആസിഫ് നൽകിയത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ വിലയിരുത്തലായിരുന്നു ആസിഫിന്റെ.